എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ഒപ്പം പി സുനീർ MP, A വിജയരാഘവൻ എന്നിവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയം ഞങ്ങളുടെ പ്രതിനിധികൾ ഷഹദ് റഹ്മാൻ, അതോടൊപ്പം തന്നെ ശ്രീജിത്ത് ശ്രീകുമാരൻ എന്നിവർ തത്സമയം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ഔപചാരികതയിലൂടെ കടന്നു പോകുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കുക എന്നതാണ് ഇടതുമുന്നണി എം സ്വരാജിനെ പോലെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിലൂടെ CPM ലക്ഷ്യമിടുന്നത്. എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? ഇപ്പോൾ അവിടെ നാമനിർദ്ദേശ പത്രികയുടെ നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശ്രീജിത്ത്, നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങ് പൂർത്തീകരിച്ച് എം സ്വരാജ്, മന്ത്രി V അബ്ദുറഹ്മാൻ, CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, PK സൈനബ, PP സുനീർ, CPയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP അടക്കമുള്ള ആളുകൾ ഇപ്പോൾ തഹസിൽദാർ സിന്ധുവിന്റെ മുറിയിൽ നിന്ന് മടങ്ങാനുള്ള നീക്കത്തിലാണ്. അവസാന വട്ട നടപടിക്രമങ്ങൾ കൂടി ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർത്തും ഒരു രാഷ്ട്രീയ പോരാട്ടം, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന തരത്തിലേക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേരളത്തിലെ യുവാക്കളുടെയും ഒരു ജനകീയ മുഖമെന്ന് CPIM വിശേഷിപ്പിക്കുന്ന എം സ്വരാജിനെ തന്നെ അവർ രംഗത്തിറക്കിയതോടുകൂടി അതൊരു രാഷ്ട്രീയമായ ഒരു ഫൈറ്റിലേക്ക് മാറി. അതിലേക്ക് PV അൻവർ കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അല്പസമയത്തിനകം എത്തും. അത് അപ്പോൾ തന്നെ ഈ മത്സരം എവിടെ എത്തി നിൽക്കും എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ആർക്കുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും എം സ്വരാജ് പത്രികാ സമർപ്പണത്തിന് ശേഷം കടന്നുവരികയാണ്. അദ്ദേഹം അല്പസമയത്തിനകം പുറത്തുനിന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വലിയ ആത്മവിശ്വാസം രാവിലെ നമ്മോട് സംസാരിക്കുമ്പോൾ തന്നെ ഇടത് സ്ഥാനാർത്ഥി നടത്തിയിരുന്നു. എന്തായാലും എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എം സ്വരാജിനെ കാണാൻ ഈ ഓഫീസിലെ സ്റ്റാഫുകൾ വരികയാണ്. ഈ താലൂക്ക് ഓഫീസിലെയും ഈ പരിസരത്തെയും ആളുകൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയും ഈ സ്ത്രീകളൊക്കെ ഇത്ര നേരം എം സ്വരാജിനെ കാത്തു നിൽക്കുകയായിരുന്നു. അവർ കാണാൻ വേണ്ടി അവരോട് സംസാരിക്കുകയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എം സ്വരാജിനെ മത്സരിപ്പിക്കൂ, അദ്ദേഹം ധൈര്യം കാണിക്കൂ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിലടക്കം വല്ലാത്ത തോതിൽ വൈറലായ ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് CPIMന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് ഇതാ ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു, എം സ്വരാജ് തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനം MV ഗോവിന്ദൻ നടത്തുന്നത്. അത് സൈബർ ഇടങ്ങളിലടക്കം വലിയ തോതിലുള്ള ചർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. അതുമാത്രമല്ല, കേരളത്തിൽ ഇത്ര കണ്ട് രാഷ്ട്രീയ വീര്യം അല്ലെങ്കിൽ വീറും വാശിയും ഈ തെരഞ്ഞെടുപ്പിനുണ്ടാകുമെന്ന് ഒരു ഘട്ടത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മണ്ഡലത്തിൽ പറഞ്ഞു കേട്ട ചില പേരുകളാണ്. PV അൻവറിന്റെ നിരുപാധിക പിന്തുണ അത് UDFനുണ്ടാകും, ഏതു ചെകുത്താൻ വന്നാലും പിണറായിയെ തോൽപ്പിക്കാൻ താൻ വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുമെന്ന് പറഞ്ഞ അൻവർ പൊടുന്നനെ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന അന്ന് രാവിലെ വളരെ വ്യക്തമായ രീതിയിൽ അത് നന്മയുള്ള ചെകുത്താനായിരിക്കണമെന്ന ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തി. അതിനുശേഷം ആ സ്റ്റേറ്റ്മെന്റ് വീണ്ടും ആര്യാടൻ ഷൌക്കത്ത് എന്ന പ്രഖ്യാപനത്തിന് ശേഷം ആര്യാടൻ ഷൌക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്കെതിരെ വന്നു. എന്തായാലും സ്വരാജിന്റെ ഒരു പ്രതികരണം അല്പസമയത്തിനകം എം സ്വരാജിന്റെ പ്രതികരണം ഉണ്ടാകും. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. നമ്മൾ ചന്തക്കുന്ന് സ്റ്റാൻഡിലേക്ക് പോകുന്നു. അവിടെ ഹഷ്മി താജ് ഇബ്രാഹിം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. PV അൻവർ അല്പസമയത്തിനകം ചന്തക്കുന്ന് സ്റ്റാൻഡിൽ നിന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി ഇറങ്ങാൻ പോകുന്നത്. അവിടെ അൻവറിനെ പിന്തുണയ്ക്കുന്ന അൻവറിന്റെ അനുയായികൾ അവരുടെ ഒരു ചെറു പ്രകടനം ഉണ്ട്. അതിന് നടുവിലാണ് ഇപ്പോൾ ഹാഷ്മി നിൽക്കുന്നത്. ഹാഷ്മി, PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇറങ്ങുന്നത് എപ്പോഴാണ്? ചന്തക്കുന്നിൽ ഇപ്പോൾ അദ്ദേഹത്തിന് അനുയായികൾ തടിച്ചുകൂടിയിട്ടുണ്ടല്ലോ, മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ഉറപ്പായും ഗോപി, ഷോദായിലെ വീട്ടിൽ നിന്നും PV അൻവർ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ തൃണമൂൽ കോൺഗ്രസിന്റെയും PV അൻവറിന്റെയും ഒക്കെ അനുയായികൾ ഇവിടെ പിണറായിസം തുലയട്ടെ എന്നുള്ള ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. നൂറുകണക്കിന് പേർ ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു PV അൻവർ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം അദ്ദേഹത്തിന്റെ ഒരു ശക്തി പ്രകടനമാക്കാൻ ഉദ്ദേശിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ പ്രകാരം തന്നെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നൂറുകണക്കിന് തൃണമൂൽ കോൺഗ്രസിന്റെയും PV അൻവറിന്റെ ഒക്കെ ഇവിടുത്തെ